വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ NMMS ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്ന ടൈപ്പ് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കിടിലമായിട്ട് ഒരു അനലോജി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടടാ. പല രീതിയിലാണ് വരുന്നത്. അത് ഒരു ഈസ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അത് ഒരു വെറൈറ്റി ടൈപ്പ് സാധനം, നല്ല രസമാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ഒന്ന് ചിരിച്ചുകൊണ്ടൊന്ന് ലൈക്ക് അടിച്ച് താഴെ കമന്റ് സെക്ഷനിൽ അടിപൊളിയായിട്ട് താഴത്തെ കാണുന്ന ലൈക്ക് ഒന്ന് അടിച്ചു വെക്കാം. അതുപോലെ തന്നെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് ഇട്ട് കേട്ടോ. ഓക്കെ, കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് ഞങ്ങൾ വീണ്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. ഓക്കെ, നോക്കാം ഏതൊക്കെയാ ക്വസ്റ്റ്യൻസ് അല്ലേ. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഏടെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് എടുക്കട്ടെ. இந்த ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യനാ, പക്ഷെ നിങ്ങൾ സിമ്പിളാന്ന് വിചാരിച്ചിട്ട് ഇത് മുഴുവൻ കാണേണ്ടത് പോരുത്. കാര്യം ചില ട്വിസ്റ്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് അതിന്റെ ലോജിക്ക് നിങ്ങളുടെ തലയ്ക്കകത്ത് പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ ഞാൻ എന്ത് ചെയ്തരാ പറഞ്ഞുതരാടാ. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടിരുന്നു കേട്ടോ. ഇവിടെ പറഞ്ഞെന്താ, ആദ്യത്തെ ജോഡിയിൽ ശരിയാക്കുന്നത് പോലെ രണ്ടാമത്തെ ജോഡി പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാസിക എഡിറ്റർ ആണ്. മാസികയും എഡിറ്ററും തമ്മിലുള്ള ബന്ധം എന്താ? മാസികയാക്കി മാറ്റുന്ന ആള് ദാറ്റ് ഈസ് നമ്മുടെ എഡിറ്റർ ആണ്. അതുപോലെ തന്നെ നാടകത്തിനെ നാടകമാക്കി മാറ്റുന്ന താഴെ ആരാണ്? നാടകത്തിൽ കളിക്കാരനാ? എവിടെ കളിക്കാരനൊന്നുമില്ല. മാനേജറോ? നോ. നാടകമാക്കി സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ആള് ദാറ്റ് ഈസ് സംവിധായകനാണ്, ഡയറക്ടർ. ഓപ്ഷൻ സി. അപ്പോൾ ഒരു ബന്ധം പരിശോധിച്ചിട്ട് അതേ ബന്ധം പോലെ അടുത്തത് ഉണ്ടാക്കിയെടുക്കാം. മാസികയാക്കുന്ന ആ ഒരു മെയിൻ ആളെന്ന് പറഞ്ഞാൽ എഡിറ്റർ ആണെങ്കിൽ നാടകത്തിനെ നാടകമാക്കി മാറ്റുന്നത് സംവിധായകനാണ്. ഒരേ പൊളി. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിള്. അടുക്കള കിടപ്പുമുറി ആണെങ്കിൽ സസ്യശാസ്ത്രം എന്ത്? അല്ല, അങ്ങനെയല്ല. അടുക്കള കിടപ്പുമുറി എന്നല്ല, അടുക്കളയും കിടപ്പുമുറിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതായത് ഈ അടുക്കള അറിയാലോ നിങ്ങൾക്ക്, ഒരു വീടിന്റെ 2 റൂമുകളാണ്. നിങ്ങൾക്കറിയാം, അടുക്കളയും അത് റൂം പറഞ്ഞാൽ ഒരു 2 മുറികൾ, പിന്നെ അതുപോലെ തന്നെ ഒരു കിടപ്പുമുറിയും. അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രത്തിന്റെ ഒരു വീടിന്റെ 2 സാധനമാണെന്ന് പറയാൻ വേണ്ടി പറ്റും. ശാസ്ത്രത്തിന്റെ 2 ആൾക്കാരാണ്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സയൻസിലെ തന്നെ 2 ആൾക്കാർ. ഇപ്പൊ സസ്യശാസ്ത്രത്തിന് താഴെ ഇതിലേത്? ശാസ്ത്രമല്ല, ശാസ്ത്രം തെറ്റിച്ചു വെക്കരുത്. അവിടെ അടുക്കളയും കിടപ്പുമുറിയും ബന്ധം മനസ്സിലാക്കിയിട്ട് സസ്യശാസ്ത്രത്തിന് താഴെയുള്ളത് ഏതെന്നാണ്. അവിടെ ശാസ്ത്രം അല്ല, സാമൂഹ്യശാസ്ത്രവും അല്ല, ഭൂമിശാസ്ത്രവും അല്ല. ഓക്കെ, പിന്നെ ഏതാ? ജന്തുശാസ്ത്രമാണ്. നിങ്ങൾ സുവോളജിയിലെ ഇവിടെ ബോട്ടണി സുവോളജി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ +1 ഉണ്ട് ബോട്ടണി സുവോളജി. അപ്പോൾ ആ ഒരു റിലേഷൻ മനസ്സിലാക്കുക. അതായത് ഇത് കുറച്ച് ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കൊല്ലം ആൻസർ കീ ആയിട്ട് ഇതാണ് വന്നിട്ടുള്ളത്. അതായത് അടുക്കളയും കിടപ്പുമുറിയും തമ്മിൽ കണക്ട് ആവുന്ന പോലെ സസ്യശാസ്ത്രവും ജന്തുശാസ്ത്രവുമാണ് കണക്ട് ആവുന്നതെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഒരേ പൊളി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യടാ. എങ്ങനെയുണ്ട്? അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചെറിയൊരു ചോദ്യമാണ്. ചോദ്യം കാണിച്ചുതരാം. പുക മലിനീകരണം. പുക ഉണ്ടായാൽ എന്താ ഉണ്ടാവുക? മലിനീകരണമാണ്. എങ്കിൽ യുദ്ധം ഉണ്ടായാൽ എന്താ ഉണ്ടാവുക? യുദ്ധം ഉണ്ടായാൽ വിജയം ഉണ്ടാവും. പക്ഷെ പുകയും മലിനീകരണവും തമ്മിലുള്ള ബന്ധമാണ്. പുകയുടെ ഏറ്റവും വലിയ ദോഷഫലം എന്താണ്? അത് മലിനീകരണമാണ്. അപ്പോൾ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ദോഷഫലം അത് വിജയമാണോ? അല്ല. അത് നാശമാണോ? ആണോ? ആണ്. അതായത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കണം. അതായത് വാറിൽ ഏറ്റവും കൂടുതൽ ദുരിതം ഉണ്ടാക്കുന്നത് അവിടെ നാശം വിതയ്ക്കൂ അല്ലേ? ദാറ്റ് ഈസ് ഡിസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും ഏറ്റവും അടുത്ത്, അതായത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് അതാണ് വരുന്നത്. പുക മലിനീകരണം ഉണ്ടാക്കുന്നു, യുദ്ധം നാശം ഉണ്ടാക്കുന്നു, അതായത് ഡിസ്ട്രക്ഷൻ. ആ സാധനം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഒരേ പൊളി. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെയാണുള്ളത്. ഈ ചോദ്യം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ, ഇത് പ്രീവിയസ്ലി ചോദിച്ച ചോദ്യമാണ്, ഞാൻ വെറുതെ എടുത്തിട്ട് ഇടുന്ന ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ഒരേ പൊളി. ശ്രദ്ധിച്ചു കേട്ടിരുന്നോ? കലണ്ടർ തീയതി ആണെങ്കിൽ നിഘണ്ടു എന്ത്? കലണ്ടറും തീയതിയും തമ്മിലുള്ള ബന്ധം എന്താ? കലണ്ടറിന്റെ ഉള്ളിലുള്ളതാണ് തീയതികൾ അല്ലേ? പക്ഷെ നിഘണ്ടുവിന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത്? നിങ്ങൾക്കറിയാം, നിഘണ്ടുവിൽ അക്ഷരമാല ഉണ്ടോ? അക്ഷരമാല എന്ന് പറഞ്ഞാൽ കുറേ വാക്കുകളൊക്കെ ചേർന്നിട്ടുള്ള ABCD എന്ന് മാത്രമാണോ? അല്ലെ, അത് അങ്ങനെയല്ല നിങ്ങൾ നോക്കേണ്ടത്. കലണ്ടർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? തീയതി നോക്കാൻ. അതാണ് സാധനം. അല്ലാതെ കലണ്ടറിൽ തീയതി ഉണ്ട്. കലണ്ടറിൽ തീയതി മാത്രമല്ല, ആഴ്ചയും എല്ലാ തേങ്ങ ഉണ്ട്. ആഴ്ചയല്ല, കുറേ ഇംഗ്ലീഷ് അക്ഷരമൊക്കെ ഉണ്ട്. ഓക്കെ, കലണ്ടർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ അതാണ് ബന്ധം. കലണ്ടർ തീയതി, ഡേറ്റ് നോക്കാൻ നമ്മൾ യൂസ് ചെയ്യും. നിഘണ്ടു നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? അത് ആൽഫബറ്റ് നോക്കാൻ നമ്മൾ നിഘണ്ടുവിൻ്റെ ആവശ്യമില്ല. അക്ഷരങ്ങൾ നോക്കാൻ, ലെറ്റേഴ്സ് നോക്കാൻ നമുക്ക് നിഘണ്ടുവിൻ്റെ ആവശ്യമില്ല.
അതായത് വാക്യങ്ങൾ നോക്കാൻ നിഘണ്ടു ആവശ്യമില്ല, വാക്കുകളുടെ അർത്ഥം അറിയാനാണ്, വേർഡ്സിന്റെ അർത്ഥം അറിയാനാണ് നിഘണ്ടു യൂസ് ചെയ്യാം അല്ലേ. നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷിലൊരു വേർഡ്സിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ നിങ്ങൾ വേഗം ആരെ ആശ്രയിക്കാം, നമ്മുടെ നിഘണ്ടുവിനല്ലേ. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങളുടെ തലേന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ചു കേട്ടോ. ഓക്കെ, ഞാനൊരു ചോദ്യം തരാം, ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടണം. ഇത് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഉത്തരം കിട്ടുന്നുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അപ്പൊ കിട്ടുന്നുണ്ടോ അല്ലേ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ആൻസർ കീ ആയിട്ട് വരാം. അപ്പൊ ഇതിന്റെ ആൻസർ താഴെ കമന്റ് സെക്ഷനിൽ ഇടുന്നതിന്റെ കൂടെ സാറിന്റെ ക്ലാസ്സിന് ഫീഡ്ബാക്ക് ഇടണം, മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. കാര്യം ഒരുപാട് പേര് ഞങ്ങൾ ഈ NMS ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്തൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് പേര് സാറേ അടിപൊളി ക്ലാസ് ആണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആണ്. അപ്പൊ താഴെ കമന്റ് സെക്ഷനിൽ ഉഷാറായിട്ട് ലൈക്കും അതുപോലെ ലൈക്ക് അടിച്ചു വെക്കണം കേട്ടോ. ഒരു നീല ഇങ്ങനെ ചിഹ്നം ഉണ്ടാവും, ലൈക്ക് അടിച്ചു വെക്കുക. താഴെ കമന്റ് സെക്ഷനിൽ ഒരേ പൊളിയായിട്ട് അതിന്റെ എന്തും കൂടെ ഇടാം, ഫീഡ്ബാക്ക് കൂടെ ഇടാം. ചോദ്യം വേണമെങ്കിൽ ഒന്ന് ഞാൻ വായിച്ചുതരാം. ഏറ്റവും അനുയോജ്യമായത് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഒരാശുപത്രിക്ക് എപ്പോഴും ഉണ്ടാകുന്നത് എന്തെന്നാണ് ചോദിച്ചത്? മുറിയാണോ, ഡോക്ടറാണോ, നേഴ്സാണോ, കിടക്കാണോ? അതായത് ഏറ്റവും കൂടുതൽ ആവശ്യം, അതായത് ആ ആശുപത്രി അവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇയാൾ വേണം, ഇയാളില്ലാണ്ട് ഒരു ആശുപത്രി നിലനിൽക്കില്ല എന്നുള്ളൊരവസ്ഥ വരും എപ്പോഴാണ്. അതായത് ഇയാളില്ലെങ്കിൽ ആശുപത്രി ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ ആശുപത്രി ഇല്ല. അപ്പൊ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്, അല്ലാതെ ഇതൊക്കെ അവിടെയുള്ള സാധനങ്ങളാണ് ആശുപത്രിയിലുള്ളത്. അപ്പൊ ഏറ്റവും അടുത്തുള്ള ആൻസർ ഏതാണെന്ന്, ഏറ്റവും അനുയോജ്യമായതാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടോ ഞാൻ നോക്കട്ടെ. ഫീഡ്ബാക്കിന്റെ കൂടെ ഇതിന്റെ ആൻസർ കൂടെ കമന്റ് ചെയ്യുക. അപ്പൊ ഒരേ പൊളി. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ BGR സൈനിങ് ഓഫ്. ബൈ.